അവസാനം എണ്ണയ്ക്കകത്തിട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വിഭവമാണ്. ആ ചിക്കൻ വിഭവത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് വെളിപാട് ചിക്കൻ എന്നാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഇവിടെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, നാരങ്ങ, മഞ്ഞൾപ്പൊടി, തൈര്, ഇത്രയാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിന് പാകത്തിന് കുരുമുളക് പൊടി, ഗരം മസാല, പാകത്തിന് ഉപ്പ്, തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുക. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഈ അരപ്പിലേക്കിട്ട് പുരട്ടിയെടുക്കണം. ചിക്കൻ എല്ലാം അരപ്പ് പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലേക്ക് ഈ അരപ്പ് എല്ലാം നല്ലതുപോലെ പിടിക്കും. അവസാനം എണ്ണയ്ക്കകത്തിട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് നമുക്കൊരു കനലുണ്ടാക്കാം. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചത് ആയതുകൊണ്ട് കുറച്ച് ചിരട്ടയെ കിട്ടിയുള്ളൂ. ഈ ചിരട്ടയുടെ കനൽ കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുമോ എന്നറിയത്തില്ല. അങ്ങനെ നമ്മുടെ ചിരട്ടയെല്ലാം കത്തി കനലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഗ്രില്ല് എല്ലാം റെഡിയാക്കി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാരിനേഷന് വേണ്ടി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഈ ഗ്രില്ലിൻ്റെ പുറത്തോട്ടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി വെക്കാം. ചിരട്ടയെല്ലാം ഇവിടെ കത്തി കനലായിട്ടുണ്ട്. ഈ കനലിൽ നിന്നും നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് വെച്ച ചിക്കൻ്റെ ഒരു പുറം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മറുവശം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയും ചിക്കന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയും നമ്മൾ കുറച്ച് എണ്ണ തൂകി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റായി നല്ല ടേസ്റ്റിയായി നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ 2-3 തവണ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ വിചാരിച്ച കൂട്ടല്ലായിരുന്നു, ആ കനലിൽ തന്നെ നമ്മുടെ എല്ലാ ചിക്കനും റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എടുത്ത് വായിലോട്ട് കൊള്ളാനും സൂപ്പർ എന്നല്ല മതി. ഇനി ശരിയായില്ല ബാഡ്. എങ്ങനെയുണ്ട് ലച്ചു? താങ്ക് യു. എല്ലാവർക്കും നമ്മുടെ ബാർബിക്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിനിട്ട പേര് വെളിപാട് ചിക്കൻ എന്നാണ്. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് തോന്നിയതാണ് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.